തൊട്ടു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ CCTV ക്യാമറ പോലെ തോന്നിക്കുന്നതും ആള് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നതുമായ ഒരു വെറൈറ്റി സോളാർ സെൻസർ ലൈറ്റ് പരിചയപ്പെടുത്തിയിരുന്നു. ഇത് കണ്ടപ്പോൾ പലരും ആവശ്യപ്പെട്ടിരുന്നു ഇതുപോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ DVRോ വൈഫൈയോ മോണിറ്ററോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീടിനും പരിസരത്തുമുള്ള ചലനങ്ങൾ നമ്മുടെ സാധാരണ ടിവിയിൽ കാണുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ ഒരു സംവിധാനം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്തരം വലിയ സംവിധാനങ്ങളൊന്നുമില്ലാതെ സാധാരണ നമ്മുടെ ടിവിയിലേക്ക് കണക്ട് ചെയ്യാവുന്നതും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ കാണിച്ച പോലത്തെ ഫേക്ക് സംവിധാനങ്ങളൊന്നും അല്ലാതെ തന്നെ ശരിക്കും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുവാനും ലൈവായിട്ട് നമ്മുടെ സാധാരണ ടിവിയിൽ കാണുവാനും പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത്. ബോക്സിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ പേര് TV ഔട്ട് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എന്നാണ്. ഇതിൻ്റെ ഉപയോഗങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഇതിൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിങ്ങും മറ്റു കാര്യങ്ങളുമെല്ലാം വിശദമായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഈ ബോക്സിൻ്റെ തന്നെ മറുവശത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഉപകരണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ ഇംഗ്ലീഷിലുള്ള ഒരു യൂസർ മാനുവൽ ഉണ്ട്. അതിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു സാധാരണക്കാർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും ഫിറ്റ് ചെയ്യാനും ഒക്കെ സാധ്യമാണ്. ഇത് ടിവിയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യണമെന്നും ടിവിയിൽ എങ്ങനെ പ്ലേ ചെയ്യണമെന്നുമുള്ളതും അതുപോലെ തന്നെ ഇത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതും ഇതിലെ മറ്റു സെറ്റിങ്സുകൾ മാറ്റം വരുത്തുന്നതുമെല്ലാം വളരെ വിശദമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ യൂസർ മാനുവൽ നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു റിമോട്ട് കൺട്രോളാണ്. ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റും. ഈ ക്യാമറയിലേക്ക് വേണ്ട പവർ സപ്ലൈ എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 12 വോൾട്ട് 1 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ കൂടി ലഭിക്കുന്നുണ്ട്. ഇനി ബോക്സിലുള്ളത് ഒരു ചെറിയ പാക്കിലായിട്ട് 3 സ്ക്രൂകളും അതിന് വേണ്ട വാൾ പ്ലഗുകളുമാണ്. ഇത് നമുക്ക് ഈ ക്യാമറ ചുമരിലോ മറ്റോ ഒക്കെ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു മിനി CD ഇതിനകത്തുണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളും സെറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് സാധാരണ ടിവിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമ്മുടെ ബോക്സിൽ ബാക്കിയുള്ളത് ഈ വീഡിയോ റെക്കോർഡർ ക്യാമറ മാത്രമാണ്. അതും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിവിടെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമറയാണ്. ഇതിൽ 2 കണക്ടർ പിന്നുകളാണുള്ളത്. ഇത് രൂപത്തിലും ഭാവത്തിലും ഒക്കെ സാധാരണ CCTV ക്യാമറ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആംഗിളിലേക്ക് ഈ ക്യാമറയെ തിരിച്ചു വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഏത് ഭാഗത്തേക്കും തിരിക്കാം. ഇത് ഫുൾ റൗണ്ട് തിരിയുന്ന രീതിയിലാണ് ഇതിൻ്റെ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ആംഗിളിലേക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാം. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് സ്ക്രൂ ചെയ്യാനുള്ള ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള 3 സ്ക്രൂകൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചുമരിലോ മറ്റു ഭാഗങ്ങളിലോ ഒക്കെ സ്ക്രൂ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കുള്ള 2 കണക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് DC ഫീമെയിൽ സോക്കറ്റാണ്, ഒന്ന് BNC കണക്ടറാണ്. BNC കണക്ടർ വഴിയാണ് നമുക്ക് വീഡിയോ ഔട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ 12 വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ളതാണ് DC ഫീമെയിൽ സോക്കറ്റ്. പിന്നെ സാധാരണ ക്യാമറകൾ പോലെ തന്നെ ഇതിൻ്റെ നടുവിലായിട്ട് ക്യാമറയും ചുറ്റുഭാഗങ്ങളിലുമായിട്ട് നൈറ്റ് വിഷന് വേണ്ടിയിട്ടുള്ള LED-കളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇതിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് കൂടിയുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതിലേക്ക് നമ്മൾ ഫോണിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ SD കാർഡ് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. 128 GB വരെയൊക്കെയുള്ള SD കാർഡുകൾ നമുക്കിതിൽ ഉപയോഗിക്കാം. ഒരു ദിവസത്തെ മുഴുവൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ ഏകദേശം 4 GB ഒക്കെയാണ് സ്പേസ് ആവശ്യമായിട്ട് വരിക. അങ്ങനെ നോക്കുമ്പോൾ 64 GB ഒരു SD കാർഡ് ഉപയോഗിച്ചിട്ട് ഏകദേശം 10 ദിവസത്തോളം നമുക്ക് വീഡിയോ സേവ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടുള്ള റെക്കോർഡിംഗ് വരുമ്പോൾ ആദ്യത്തെ ദിവസത്തേത് ഡിലീറ്റ് ആവുകയും പിന്നീട് അടുത്ത ദിവസത്തേത് പുതിയതായിട്ട് കയറുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് DC ഫീമെയിൽ പോർട്ടിലേക്ക് 12 വോൾട്ട് അഡാപ്റ്റർ ഇതുപോലെ കണക്ട് ചെയ്യുക. പിന്നെയുള്ളത് സാധാരണ CCTV ക്യാമറയിലുള്ളത് പോലെ BNC കണക്ടറാണ്. അത് നമുക്ക് നേരിട്ട് നമ്മുടെ സാധാരണ ടിവിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു BNC to RCA കൺവെർട്ടർ പിന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് RCA സോക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ AV കേബിൾ ഉപയോഗിച്ചിട്ട് സാധാരണ ടിവിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് ഞാനിവിടെ TV എടുത്തു വെച്ചിട്ടുണ്ട്. TVയിലേക്ക് നമ്മൾ AV ആണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ വീഡിയോ മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഓഡിയോ ഇതിൽ ഇല്ല. അതുകൊണ്ട് വീഡിയോയുടെ മഞ്ഞ കേബിൾ അത് TVയിലും അതുപോലെ തന്നെ ആയിരിക്കണം. AV ഇൻപുട്ട് എന്ന ഭാഗത്ത് ആ കളർ നോക്കിയിട്ട് തന്നെ കണക്ട് ചെയ്യുക. അതിൽ യെല്ലോ കളർ കണക്ട് ചെയ്ത ശേഷം ഇതിലേക്ക് സപ്ലൈ നമ്മളിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ റൂമിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് TVയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ലൈറ്റുകളൊക്കെ ഓണായി കിടക്കുന്നത് കൊണ്ടാണ് ഇത് ഓവർ ബ്രൈറ്റ് ആയിട്ട് TVയിൽ കാണുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ ഇതിൽ നമുക്ക് സെറ്റിങ്സിൽ മാറ്റം വരുത്താവുന്നതാണ്. നമ്മുടെ TVക്കും അവിടുത്തെ ലൈറ്റിൻ്റെ പരിമിതിക്കൊക്കെ അനുസരിച്ച് നമുക്കതിൽ റെസൊല്യൂഷൻ മാറ്റിയിട്ട് വീഡിയോയുടെ ക്ലാരിറ്റി കൂട്ടാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിങ്സുകൾ മാറ്റാൻ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സാധാരണ TVയിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ സെറ്റിങ്സുകൾ ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഈ റിമോട്ട് കൺട്രോളിൽ ആകെ 6 ബട്ടണുകളാണുള്ളത്. അതിലുള്ള OK എന്ന ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ മെനു ഓണാവും. പിന്നെ നമ്മൾ സെറ്റിങ്സിലേക്ക് ആക്കിയിട്ട് വീണ്ടും OK പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് ഓപ്പണായി വരും. അതിൽ നമുക്ക് ലാംഗ്വേജ് വേണമെങ്കിൽ മാറ്റാം. ടൈം സെറ്റിംഗ് എന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ടൈം സെറ്റ് ചെയ്യാം. ടൈം സെറ്റിങ്സിലാക്കിയിട്ട് വീണ്ടും OK പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എഡിറ്റ് ചെയ്യാവുന്ന ഭാഗം വരും. അവിടെ നമ്മുടെ ഇന്നത്തെ ഡേറ്റും സമയവും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോഴത്തെ സമയവും ഡേറ്റും ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം കൃത്യമാക്കി വെച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്ത് അതിലുള്ള റെക്കോർഡുകൾ കാണുമ്പോൾ ഇത് ഏത് സമയത്തെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇതിലുള്ള ഡേറ്റ് നമ്മൾ കൃത്യമാക്കി വെച്ചിരിക്കണം. റിമോട്ട് കൺട്രോളിൻ്റെ താഴെയായിട്ടുള്ള 4 നാവിഗേഷൻ കീകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിലെ അക്കങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സെറ്റിംഗ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ടൈം സെറ്റിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വീഡിയോ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം. റെസൊല്യൂഷൻ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് സ്പേസ് കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് കുറഞ്ഞ ക്ലാരിറ്റിയിൽ വീഡിയോ മതിയെങ്കിൽ റെസൊല്യൂഷൻ കുറച്ച് വെച്ചാൽ കൂടുതൽ ദിവസം നമുക്ക് മെമ്മറി കാർഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇതിലെ വീഡിയോ പ്ലേബാക്ക് ആണ്. അതായത് നമ്മൾ മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നതിന് ഇതിൻ്റെ മെനുവിൻ്റെ നടുവിലുള്ള ഐക്കണിൽ OK ഞെക്കി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഇതിൽ മുമ്പ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഏത് ഫയൽ വേണമെങ്കിലും ഇതുപോലെ അതിലേക്ക് നാവിഗേഷൻ കീ ഉപയോഗിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതിലെ ഫയൽ നെയിമുകൾ വരുന്നത് ആ ഡേറ്റും ടൈമും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീഡിയോ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധ്യമാണ്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ വീഡിയോയുടെ കളർ സിസ്റ്റം നമുക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റെക്കോർഡിംഗ് സൈക്കിൾ അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. 15 മിനിറ്റ് നേരത്തെ ഒരു ഫയലായിട്ട് അങ്ങനെ വേണമെങ്കിൽ സേവ് ചെയ്യാം. അതുപോലെ 30 മിനിറ്റ് നേരത്തെ ഫയലായിട്ട് സേവ് ചെയ്യാം. അതൊക്കെ നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് പിന്നെ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഇതിലൊരു SD കാർഡ് ഇട്ട് കൊടുത്ത് സപ്ലൈ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം TVയിലേക്ക് കണക്ട് ചെയ്ത് പ്ലേ ചെയ്താൽ മതി. അതല്ലാതെ ലൈവായിട്ട് കാണേണ്ട ആവശ്യമാണെങ്കിൽ TV കൂടി ഓൺ ചെയ്ത് വെക്കുക. ഇതുപോലെ TVയിൽ കണക്ട് ചെയ്യാവുന്ന റെക്കോർഡിംഗ് ഉള്ള ക്യാമറകൾ ഏകദേശം 700 രൂപ മുതൽ കടകളിലും ഓൺലൈനിലുമൊക്കെ നമുക്ക് ലഭ്യമാണ്. ഇതുപോലത്തെ റെക്കോർഡിംഗ് ഉള്ള വീഡിയോ ക്യാമറകളും വൈഫൈ ക്യാമറകളും ഡെമ്മി ക്യാമറകളും സോളാർ സെൻസർ ലൈറ്റുകളും ആള് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ലൈറ്റുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്